സോ നമ്മളിപ്പോൾ ഉള്ളത് ബെർലിനിലാണ്. ബെർലിനിലെ ഷാർലോട്ടൻബർഗ്. അയ്യോ ഒരു മിനിറ്റ്, മൈക്ക് ഞാൻ വെക്കാൻ മറന്നു. നമ്മൾ ഇന്ന് ഒരാളെ മീറ്റ് ചെയ്യാൻ വന്നതാണ്. ഒരു വലിയ ഫാൻ ബോയ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെന്തൊരു സെലിബ്രിറ്റിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ എല്ലാമായ കേരളത്തിൽ നിന്ന് ബെർലിനിലേക്ക് ആദ്യമായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി വന്ന വൺ ആൻഡ് ഓൺലി ലൈക്ക് മോസ്റ്റ് ഫേവറേറ്റ് ഇന്ത്യൻ പ്രൊഡ്യൂസർ. യുണൈറ്റഡ് ബെർലിൻ മല്ലൂസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ലൈക്ക് ഒരു കമ്മ്യൂണിറ്റി. അതിലിപ്പോൾ വിനായക ഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിന്റെ ഓണറും അങ്ങനെ അവർ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ ഒരു ഓണപരിപാടി നടത്തുന്നുണ്ട്. ആ ഓണപരിപാടിക്ക് മെയിൻ ഗസ്റ്റ് ആയിട്ട് വരുന്നത് ജോക്കറും. 4 വട്ടം എന്ന് പറഞ്ഞ സോങ് ഇറക്കി ഇപ്പൊ തന്നെ. അതിന്റെ മുന്നേ തിരികെ വന്ന നേരം എന്ന് പറഞ്ഞ സോങ് ഇറക്കിയിരുന്നു. അപ്പൊ മുതൽ ഞാൻ നോട്ടീസ് ചെയ്താണ് ആളുടെ ഇത്രയും പോപ്പുലർ ആകുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ പുള്ളിയുടെ വീഡിയോസും സോങ്സും ഒക്കെ കണ്ട് ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു. അപ്പം യെസ്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയ MHRനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യാൻ പോവാണ്. എല്ലാ കാഴ്ചകളും ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. റെഡ് ലൈറ്റാ അയ്യോ റെഡ് പിന്നെന്തിനാ അവർക്ക് പോയി. നാളെയാണ് നമ്മുടെ UBMന്റെ ഓണം പരിപാടി നടക്കണേ. അപ്പൊ ഞങ്ങള് ശരിക്കും അതിന് വന്നതാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കണ്ടല്ലോ. ജർമ്മനിയിലെ പൊതുവെ കാണാത്തൊരു പരിപാടി ഇവിടെ നടക്കണ്ട്. കാണിച്ചത് എന്താന്ന് ഇത് നമ്മള് ഇവിടെ അത്ര കോമൺ അല്ല, നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആണ്. കാണിച്ചു തരാം കേട്ടോ. സോ നമ്മളിവിടെ എത്തി. നമ്മളിപ്പോൾ വിനായക ഭവനിലുള്ളത്. ഇവിടുത്തെ നമ്മുടെ അൻസിഫ് നമ്മളെ വെൽക്കം ചെയ്തു. MHR ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ എന്തൊക്കെയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൺ ദ വേ ആണ്. സോ ഏതായാലും നിമിഷങ്ങൾക്കൊക്കെ ഇവിടെ എത്തും. സോ ഐ എം എക്സൈറ്റഡ്. നമ്മൾ ലേറ്റ് അല്ല, നമ്മൾ നേരത്തെ. ഞാൻ വിചാരിച്ചു നമ്മൾ ലേറ്റ് ആയിരിക്കും. ഇവിടെ ആക്ച്വലി നമ്മൾ നല്ല നേരത്തെയാണ്. ഇത് നമ്മുടെ അൻസിഫ് ബ്രോ, പുള്ളിയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്, ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി തന്നത്. താങ്ക് യു സോ മച്ച്. ഇത് റാഷിദ് ബ്രോ പാടുന്നുണ്ടോ? റാഷിദ് ബ്രോ ആണോ പാടുന്നത്? അസിസ്റ്റന്റ്. ഇല്ല, ഞങ്ങള് കഴിച്ചോണ്ട് നല്ല ക്ഷീണം ഉണ്ടാവില്ല യാത്ര. ചെറുതായിട്ട് എല്ലാ പാട്ടും പാടിയിട്ടുണ്ട്. ചെറുതായിട്ട്. നിങ്ങളെ മറ്റേ ഇതറിങ്ങില്ലോ 4 വട്ടം തിരക്കി വന്ന നേരം, ആ ഒരു ടൈമിൽ മുതൽ ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു, ലൈക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കാറില്ല, പക്ഷെ ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്, ട്രൈ ചെയ്യാറുണ്ട്. അല്ല നിങ്ങളെ ബീറ്റ്സും നിങ്ങളാ ബീറ്റ്സും പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടൈം എന്ത് തോന്നുന്നു ഒന്നും പറയില്ല, മറ്റേ സ്റ്റാർ സ്റ്റെക്ക്. അപ്പൊ നമ്മുടെ മെയിൻ ആളെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ അൻസിഫ് ബ്രോ. പുള്ളിയാണ് നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ പുള്ളിനോട് താങ്ക് യു സോ മച്ച്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ, എവിടെയൊക്കെ എത്തി? നമ്മുടെ പരിപാടി നാളെയാണ്. നാളെ ഒരു മോർണിംഗ് 10 മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. 10 to നൈറ്റ് 12 വരെയാണ്. 10 to 6 നമ്മുടെ കൾച്ചറൽസും, അതിനുശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റംസ്, നമ്മുടെ സർപ്രൈസുകളും എല്ലാം വരുന്നത്. എല്ലാം സെറ്റാണ്. ബാക്കി ശേഷം സ്ക്രീനിൽ. അതെ, ശേഷം സ്ക്രീനിൽ എന്റെ താത്ത പറയണത്. ഇവളുടെ താത്തയുടെ മെയിൻ ഡയലോഗാ ശേഷം സ്ക്രീനിൽ. അപ്പൊ ബാക്കി പരിപാടിയുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങള് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് MHR നമ്മളിപ്പോ ഫ്രീ ആക്കി വിടുകയാണ്. പുള്ളി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കട്ടെ. ഫിലിംസ് അല്ലേ? നിങ്ങളെ നാളത്തെ സോങ്ങില് നിങ്ങളെ പാട്ടാണ് കേട്ടോ. അതെ, പറയില്ല. ഇത് കിട്ടാൻ പറഞ്ഞേ. മൊത്തം 10 പരിപാടി ഉണ്ട്. അതിന് 5 ഡാൻസ് വിളിക്കാർക്ക്. ഡാൻസ് ആണോ? ഓ സെറ്റ്. ആ വിളിയല്ലേ? ഈ അമ്പലത്തെ കുറിച്ച് 2 വാക്ക് പറയൂ.
രണ്ടു വാക്ക് എനിക്കറിയില്ല, എനിക്കങ്ങനെ പറയാറിയില്ല. ഞങ്ങൾ അമ്പലം കാണിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞു. ചേട്ടൻ പറയൂ. ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ അമ്പലങ്ങളിലൊന്നാണ് വിനായക ടെമ്പിൾ ബെർലിനിലെ. ഇത് 2007 ഏകദേശം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 10-20 വർഷം എടുത്തു, ടൈം എടുത്തു. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് മെയിനായിട്ട് മിസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം അമ്പലങ്ങളുണ്ടോ പള്ളികളുണ്ടോ അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്നാൽ ഇവിടെ ജർമ്മനിയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മെയിൻ സിറ്റിയാണ് ബെർലിൻ. അവിടെ അമ്പലമുണ്ട്, പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ട്, ചർച്ച ആണെങ്കിൽ അതും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും യൂറോപ്യൻ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ റിലീജിയനൊക്കെ വിട്ട് വേറെ വഴിക്ക് പോകുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇറ്റ്സ് എവറിവെയർ. അതെ, അങ്ങനെ നമ്മള് ഫൈനലി ചേട്ടനെ ജോക്കറിനെ ചെയ്തു. പിന്നെ ഞങ്ങള് സൗണ്ട് ചെക്കിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. നമുക്ക് അവിടെ 8 മണി വരെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം തന്നെ 6 മണി കണ്ടുമായി. ഞങ്ങളിനി അങ്ങോട്ടേക്ക് പോകാനുള്ള ട്രാം എടുക്കുകയാണ്. ഒരു 1 hour ഉണ്ട് ഇവിടുന്ന്. നമ്മൾ പോണ വഴിക്ക് ഒരാളെ പരിചയപ്പെട്ടു, മൈത്രി. ഡാൻസ് ഉണ്ടാവും കേട്ടോ, നാളെ ഡാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഒക്ടോബസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് ടീമുണ്ട്, അതില് മെയിനാണ്. അതെ, അമിൻ അതിൽ ജോയിൻ ചെയ്യാൻ പോയല്ലേ അതില്. അതെ അതെ. അപ്പൊ നമ്മളിവിടെ എത്തി, സ്ഥലത്തെത്തി. ഇനി നമുക്ക് റിഹേഴ്സൽ പരിപാടികളൊക്കെ നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഓളം നടക്കുന്ന സ്റ്റേജ്. സൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തടച്ചു നിൽക്കണ ബലാലേ എന്തടച്ചു നിൽക്കണ ബലാലേ. ഒന്ന് പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയാം. ഞാൻ പറയാൻ കൊതിച്ചതെല്ലാം പറയാൻ മറന്നതെല്ലാം ഇനി പറയാം. ഇതാണ് തൻവീറിന്റെ കോസ്റ്റ്യൂം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഹോസ്പാലിറ്റാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർ ഇന്ന് ലോഞ്ച് ചെയ്യാണ്. അപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് ത്രെഡ് വർക്ക്സ് ഒക്കെ ഉള്ള നല്ല ക്രിയേറ്റീവ്സ് ആയിട്ടുള്ള ഷർട്ട്സ് ഇഷ്ടമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യുക. ഹൗസ് പാലറ്റ് പേര് മറക്കണ്ട. നമ്മളിവിടെ ഇത് പേജ് കൊടുക്കാം. യെസ്. Makalé.
അതെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 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 നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് ഇതാണ് അലീന. അലീനെ കുറിച്ച് 2 വാക്ക് ഇവൻ പറയൂ. അലീനെ കുറിച്ച് ഇപ്പം പറയൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ സദ്യ ഉണ്ടായിട്ട് KFC പോയി കഴിച്ച മഹാൻ. അതെ, ഓണത്തിന് വന്നിട്ട് സദ്യ കുറച്ച് മീനച്ചാറെങ്കിലും വേണമായിരുന്നു. ഇവിടെ ഇറങ്ങണില്ല സദ്യ. ചിക്കൻ ബിരിയാണി ആ വൈബാണ്. ദാഹിച്ചു വരഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ക്ഷീണിച്ചു. ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊരു സ്പ്രൈറ്റ് വാങ്ങിച്ചു കുടിക്കുകയാണ്.
അങ്ങനെ ഉണ്ടാക്കിയ ട്രാക്ക് ഉണ്ട്, പൊന്നാനി ടു കോട്ടക്കൽ എന്നാണ് ട്രാക്ക്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഒരു രക്ഷയില്ല, കത്തിച്ചെന്നാണ് ഈ പറയാം. ഒടുക്കത്തെ എനർജി എന്ന് പറഞ്ഞാൽ ലൈവിന് ഒരു രക്ഷയില്ല. നമ്മള് പരിപാടിയെല്ലാം അടിച്ചു പൊളിച്ചു. സൂപ്പർ ആയിരുന്നു. നല്ല ടയേർഡാണ്, കാരണം 2 മണിയായി. ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 9 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ സാരിയിലും ഇതിലൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതിലൊരു ഗുണപാഠം, ഈ വ്ളോഗിലൊരു മെയിൻ ഗുണപാഠം അതാണ്. ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പം എക്സ്ട്രാ എന്തെങ്കിലും ഡ്രസ്സൊക്കെ കരുതാം, അല്ലെങ്കിൽ നമ്മൾ പെടും. ഇതിൽ തന്നെ ഫുള്ള് എംഎച്ച്ആറിൻ്റെ പരിപാടിക്കും എല്ലാത്തിനും ഇതിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഈ മുണ്ടെടുത്ത് ഇങ്ങനെ ഇത്ര സമയം നിൽക്കുക അല്ലെങ്കിൽ സാരി എടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. സോ എനിവേ 2 മണിയായി, ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അതെ, അപ്പം ഇനി അടുത്ത വ്ളോഗ് ആയിട്ട് വീണ്ടും വരാം. വ്ളോഗ് എൻഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത UBMനും വിനായക ഭവനും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ എംഎച്ച്ആറിനെ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി തന്നതിലും നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ആൻസിഫ് ബ്രോനെ നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാവരും നമ്മുടെയായിട്ട് കൊളാബറേറ്റ് ചെയ്ത എല്ലാവർക്കും, പിന്നെ അതുപോലെ ഞങ്ങളുടെ ഡ്രസ്സ് സ്പോൺസർ ചെയ്ത പോസ്റ്റ് പാലറ്റിനും നമ്മുടെ വക താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ടാറ്റാ, ബൈ.